മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത സമരത്തെ പിന്തുണച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലായിരുന്നു പ്രതികരണം. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. CPM-നൊപ്പം ഒരു സമരത്തിനുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ സർവകക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ CPIM-നൊപ്പം ഒരു സമരത്തിനും ഇല്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയം മാത്രമല്ല സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് കുറ്റപ്പെടുത്തി. CPM-മായി ചേർന്നിട്ട് ഞങ്ങൾ ഒരു സമരത്തിനുമില്ല. ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെ ടീമിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ധനപ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും, എന്നാൽ അതിനർത്ഥം മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നവകേരള സദസ്സിന്റെ വിജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 24 കോഴിക്കോട്.